ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയും അലോട്ട്മെൻറ്റും അഡ്മിഷൻ നടപടികളാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ. അത് ഏതൊക്കെ കോളേജുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസാണ്. അപ്പോൾ ആ പ്രിഫറൻസ് വെച്ചിട്ട് നിങ്ങൾ ഏതൊക്കെ കോളേജുകൾ വേണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോളേജ് ലിസ്റ്റാണ്. ഓക്കെ, കേരളത്തിലെ ലോ കോളേജസ്. ഓക്കെ, അത് ഡിസ്ട്രിക്ട് വൈസ് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, നമുക്കറിയാം 3 ഇയറിൽ 19ഓളം പ്രൈവറ്റ് കോളേജാണുള്ളത്. പിന്നെ പോരാതെ 4 ഗവൺമെൻറ് ലോ കോളേജിലുണ്ട്. ഈ 4 ഗവൺമെൻറ് ലോ കോളേജുകളിലായി മൊത്തം EWS സീറ്റ് ഉൾപ്പെടെ മൊത്തം 462 ഗവൺമെൻറ് മെറിറ്റ് സീറ്റുകളുണ്ട്. പിന്നെ പോരാണ്ട് പ്രൈവറ്റ് ലോ കോളേജസും ഉണ്ട്, 19ഓളം ഉണ്ട്. അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, മെറിറ്റ് സീറ്റുകളുണ്ട്. ഇനി നമുക്ക് ഈ പ്രൈവറ്റ് ലോ കോളേജസ്, ഓക്കെ, പ്രൈവറ്റ് ലോ കോളേജും ഗവൺമെൻറ് ലോ കോളേജും നമുക്ക് ജില്ല തിരിച്ച് ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ 3 ഇയറിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ലോ കോളേജസ് ഉള്ളത് എറണാകുളത്താണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ലോ കോളേജസ് ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് ഏകദേശം 6ഓളം പ്രൈവറ്റ് ലോ കോളേജ് 3 ഇയർ LLB കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം, പിന്നെ ഭാരത് മാത സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ആലുവ, പിന്നെ ഇന്ദിരാഗാന്ധി ലോ കോളേജ് കോതമംഗലം, പിന്നെ ഇലാഹിയ ലോ കോളേജ് മൂവാറ്റുപുഴ, പിന്നെ KMM ലോ കോളേജ് തൃക്കാക്കര, പിന്നെ SN ലോ കോളേജ് പൂത്തോട്ടം. പിന്നെ ട്രിവാൻഡ്രത്ത് 2 പ്രൈവറ്റ് കോളേജ് 3 ഇയർ LLB കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രം, പിന്നെ CSI ലീഗൽ സ്റ്റഡീസ് പാറശാല. പിന്നെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ലോ കോളേജ് ഉള്ളത് 3 ഇയർ സീറ്റുകൾ 3 ഇയർ LLB കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്ത് KMCT ലോ കോളേജ് 3 ഇയർ LLB കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ MCT ലോ കോളേജ് മേൽമുറി, പിന്നെ IMT ലോ കോളേജ് പെരിന്തൽമണ്ണ. 3 പ്രൈവറ്റ് കോളേജസ് മലപ്പുറത്തുണ്ട്. പിന്നെ കോഴിക്കോട് 2 പ്രൈവറ്റ് ലോ കോളേജസ് ഉണ്ട്. കോഴിക്കോടുള്ള 2 3 ഇയർ LLB പ്രൊവൈഡ് 2 പ്രൈവറ്റ് ലോ കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട്, പിന്നെ മർക്കസ് ലോ കോളേജാണ്. പിന്നെ നമ്മുടെ കോട്ടയത്ത് 2 പ്രൈവറ്റ് ലോ കോളേജ് 3 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CSI കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ്, പിന്നെ സെൻറ്റ് ഡൊമിനിക്സ് കോളേജ് ഓഫ് ലോ കാഞ്ഞിരപ്പള്ളി ഉണ്ട്. പിന്നെ തൃശ്ശൂർ 3 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോ കോളേജാണുള്ളത്, അത് തൃശ്ശൂർ ലോ കോളേജാണ്. കൊല്ലത്ത് 3 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോ കോളേജാണുള്ളത്, ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ്. അപ്പോൾ ഇതാണ് 3 ഇയറിൽ ഡിസ്ട്രിക്ട് വൈസ് തിരിച്ചിട്ടുള്ള കോളേജ് ലിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. ഈ കോളേജ് ലിസ്റ്റ് ഓൾറെഡി ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തേക്കാം. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 ഇയറിൽ നമുക്ക് നോക്കാം. അപ്പോൾ 5 ഇയറിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 30ഓളം പ്രൈവറ്റ് കോളേജ് ഉണ്ട് 5 ഇയർ LLB കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 4 ഗവൺമെൻറ് കോളേജ്, ടോട്ടൽ 34 എന്ത് ചെയ്യുന്നുണ്ട് ലോ കോളേജസ് 5 ഇയർ LLB കോഴ്സ് പ്രൊവൈഡ്. ഏറ്റവും കൂടുതൽ കോളേജസ് പ്രൊവൈഡ് ചെയ്യുന്നതും 5 ഇയർ ലോ കോളേജ്. ഒട്ടുമിക്ക ലോ കോളേജുകളിലും അല്ലെങ്കിൽ ഏകദേശം എല്ലാ ലോ കോളേജും 5 ഇയർ LLB കോഴ്സ് പ്രൊവൈഡ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്ന 5 ഇയർ LLB കോഴ്സാണ്. 5 ഇയറിൽ ഗവൺമെൻറ് ലോ കോളേജ് ടോട്ടൽ 396 മെറിറ്റ് സീറ്റുകളാണ് ഉള്ളത്, ഇൻക്ലൂഡിങ് EWS സീറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് 5 ഇയറിൽ ഡിസ്ട്രിക്ട് വൈസ് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ലിസ്റ്റ് നോക്കാം. നമുക്ക് 5 ഇയറിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലോ കോളേജസ് 5 ഇയർ പ്രൊവൈഡ് ചെയ്യുന്ന ലോ കോളേജ് ഉള്ളത് എറണാകുളത്താണ്. ഏകദേശം 6ഓളം ലോ കോളേജ് ഉണ്ട്. ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം, ഭാരത് മാത, SN ലോ കോളേജ് പൂത്തോട്ട, പിന്നെ ഇന്ദിരാഗാന്ധി ലോ കോളേജ് കോതമംഗലം, ഇലാഹിയ ലോ കോളേജ് മൂവാറ്റുപുഴ, പിന്നെ KMM ലോ കോളേജ് തൃക്കാക്കര. പിന്നെ രണ്ടാമത് 5 ഇയർ LLB കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ലോ കോളേജസ് ഉള്ളത്, പ്രൈവറ്റ് ഇൻക്ലൂഡിങ് ഗവൺമെൻറ് ഉള്ളത് ട്രിവാൻഡ്രത്താണ്. 5 ലോ കോളേജാണ് ഉള്ളത്. ഓക്കെ, അത് ഗവൺമെൻറ് ലോ കോളേജ് ട്രിവാൻഡ്രം, CSI സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്, പിന്നെ മാർ ഗ്രിഗോറിയസ് കോളേജ് ഓഫ് ലോ നല്ലഞ്ചിറ, പിന്നെ കേരള ലോ അക്കാഡമി പേരൂർക്കട, പിന്നെ സിൽവർ ജൂബിലി ലോ കോളേജ് പൂവച്ചൽ കാട്ടാക്കട. പിന്നെ തൃശ്ശൂർ 3 കോളേജുകളുണ്ട് 5 ഇയർ LLB കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ, എയിം ലോ കോളേജ് പൊയ്യ, പിന്നെ CFI ലോ കോളേജ് പൊയ്യ. പിന്നെ കോഴിക്കോട് 3 ലോ കോളേജുകൾ 5 ഇയർ LLB കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട്, മർക്കസ് ലോ കോളേജ്, ഭവൻസ് ലോ കോളേജ് ആണ് ഉള്ളത്. പിന്നെ മലപ്പുറത്ത് 3 ലോ കോളേജുകൾ 5 ഇയർ LLB കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന 3 ലോ കോളേജ് ഉണ്ട്. KMCT കുറ്റിപ്പുറം, MCT
കോളേജ് മേൽമുറി, പിന്നെ IMT ലോ കോളേജ് പെരിന്തൽമണ്ണ. പിന്നെ പാലക്കാട് 3 കോളേജുകളാണ് 5 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്നത്. VR എഴുത്തച്ഛൻ ലോ കോളേജ് 11JE, പിന്നെ നെഹ്റു ലോ കോളേജ് ലക്കിടി, പിന്നെ അൽ-അമീൻ ലോ കോളേജ് ഷൊർണൂർ. പിന്നെ കോട്ടയത്ത് 2 കോളേജാണ് 5 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്നത്. CSI കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് ഏറ്റുമാനൂർ, പിന്നെ സെൻറ്റ് ഡിമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലോ കോളേജിന് ഐഡിയ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സൗകര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ പല ആൾക്കാർക്കും പല പ്രിഫറൻസ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഡെയിലി പോയി വരാമെന്നുള്ള ഒരു ഡിസ്റ്റൻസിലുള്ളൊരു കോളേജായിരിക്കും അവർ ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ചിലവർ ഹോസ്റ്റൽ സൗകര്യമുള്ള കോളേജാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്റ്റ് ചെയ്യുന്നത്. ചിലവർ ബെറ്റർ ഫെസിലിറ്റീസ്, ബെറ്റർ അമ്യൂണിറ്റീസ്, ബെറ്റർ ടീച്ചേഴ്സ് ഉള്ള ലോ കോളേജാണ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയ എടുക്കുക. എന്നിട്ട് സ്കെച്ച് ഔട്ട് ഏതൊക്കെ കോളേജുകൾ വേണം, അത് പ്രയോറിറ്റി ബേസ് സ്കെച്ച് ഔട്ട് എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. പിന്നെ പല കുട്ടികളും എന്നോട് ചോദിക്കുന്ന കാര്യം, സാർ ഇന്ന ലോ കോളേജ് നല്ലതാണ്, ഇന്ന പ്രൈവറ്റ് ലോ കോളേജ് നല്ലതാണ്. ഞാൻ ഒരു കോളേജും നല്ലതാണ് ചീത്തയാണെന്നൊന്നും ഞാൻ ആരോടും തന്നെ പറയാറില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു ലോ കോളേജ്, പ്രൈവറ്റ് ലോ കോളേജ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലോ കോളേജ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ പ്രൈവറ്റ് ലോ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച് പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുക, പരിചയമുണ്ടോ അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടത്, എന്നിട്ട് അവരായിട്ട് സംസാരിക്കുക. ഏറ്റവും നല്ലത് അവിടെ പഠിക്കുന്ന കുട്ടികളായിട്ട് സംസാരിക്കുന്നത് ഏറ്റവും നല്ലത്. അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുക, എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യുക നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ കോളേജ് ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒരിക്കലും ഒരു കോളേജിനെ ഞാൻ എന്ത് ചെയ്യാൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാറുള്ള ആസ് ഓൾവേസ് ഗെറ്റ് ഇൻ ടു ദാറ്റ് 4 ഗവൺമെൻറ് ലോ കോളേജസ്. അവിടെ കിട്ടുന്നത്ര സുഖവും, അവിടെ കിട്ടുന്നത്ര പ്രിവിലേജും, അവിടെ കിട്ടുന്നത്ര ഫ്രീഡവും, അവിടെ കിട്ടുന്നത്ര ഫെസിലിറ്റീസും ടീച്ചേഴ്സും അതൊന്നും എവിടെയും കിട്ടില്ല. അത് ഗവൺമെൻറ് ലോ കോളേജ് പഠിച്ചവർക്ക് എന്ത് ചെയ്യുന്ന അതറിയാം. സോ ബാക്കി ഒരു പ്രൈവറ്റ് കോളേജും എന്ത് ചെയ്യുന്നില്ല, ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും നല്ലത് അവിടെ പഠിക്കുന്ന ആൾക്കാരായിട്ട് ബന്ധപ്പെടുക, അവരായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാം. ഒരു കോളേജ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഫോർ ലീഗൽ എഡ്യൂക്കേഷൻ മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ലീഗൽ സബ്ജക്ട്സ് നോട്ട് ദാറ്റ് ഈസി. അത് പഠിപ്പിച്ചു തരാൻ നല്ല ടീച്ചേഴ്സ് ഉള്ള ഒരു ലോ കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ നല്ല ലൈബ്രറി ഫെസിലിറ്റീസ് ഉള്ള ഒരു ലോ കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ദൂരെ നിന്നുള്ളവരൊക്കെ ആണെങ്കിൽ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, കോളേജിന് തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോ നിങ്ങൾ കാര്യം അന്വേഷിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളാണ് വേണം. ബേസിക് അമ്യൂണിറ്റീസ്, അതുപോലെ ടീച്ചേഴ്സ്, പിന്നെ എന്ത് ചെയ്യുക, ലൈബ്രറി, പിന്നെ എന്ത് ചെയ്യുക, ഓൾ ടോട്ടലായി നിങ്ങളൊന്ന് അന്വേഷിക്കുക അവിടെ പരിപാടികളുണ്ടോ. ഇപ്പോൾ ഏത് നേരം ക്ലാസ്സിലും ഒക്കെ കയറിയിരിക്കാൻ പറ്റില്ല, അവിടെ പരിപാടികളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അക്കാദമിക് ആയിട്ടുള്ള ഈവൻസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, ആ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് സെമിനാർസ്, വർക്ക്ഷോപ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ അക്കാദമിക് ജസ്റ്റ് ലോ ബുക്ക് മാത്രമല്ല നമ്മുടെ ലോ കോളേജ് ലോ സ്കൂളിലെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ആ എക്സ്പീരിയൻസ്, എക്സ്പോഷർ ഒക്കെ ആ രീതിയിലുള്ള കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം പഠിക്കാൻ, എന്നാൽ മാത്രം ഇത് എഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ സെമിനാർസ്, വർക്ക്ഷോപ്സ്, അങ്ങനത്തെ ഉള്ള എന്താ പറയുക പരിപാടികളും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന, അക്കാദമിക് ലെവലിൽ ആക്ടിവിറ്റീസ് പരിപോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ അക്കാദമിക് ലെവലിൽ ഒരു കുട്ടിയുടെ അക്കാദമിക് ലെവൽ ഇംപ്രൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റം ഉള്ള ഒരു കോളേജ് നിങ്ങളെല്ലാവരും തിരഞ്ഞെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ബേസിക്കായിട്ട് വേണ്ട ലൈബ്രറി, നല്ല ടീച്ചേഴ്സ്, ബേസിക്കായ ക്ലാസ് അമ്യൂണിറ്റീസും കാര്യം. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു ലോ കോളേജ് എന്ത് ചെയ്യുന്നില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് ഏറ്റവും നല്ല എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പഠിച്ചിറങ്ങിയവരോ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സോ ദാറ്റ്സ് ഓൾ. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഈ കോളേജ് ലിസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ വേണം, എവിടേക്കാണുള്ളത്, ഏത് ജില്ലകളിലൊക്കെയാണ് നമുക്ക് കോളേജുകൾ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ വേണം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ടെൻഷൻസും വറീസൊന്നും വേണ്ട, കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കിട്ടുമോ ഒക്കെ ഒരുപാട് ടെൻഷനും വറീസൊക്കെ ഉള്ളൊരു പീരീഡിലൂടെ നിങ്ങളെല്ലാവരും കടന്നു പോകണം. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, വെയിറ്റ് അല്ലെങ്കിൽ ഹോപ്പ് അൺടിൽ ദ ലാസ്റ്റ്. ഫസ്റ്റും സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ വേക്കൻസി അലോട്ട്മെന്റ് ഉണ്ട്, വേക്കൻസി സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെന്റ് ഉണ്ട്. സോ അവസാനം വരെ നമുക്ക് ഹോപ്പ് ഉണ്ട്. അപ്പോൾ ഹോപ്പ് കൈവിടാതിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ പഠിക്കാൻ പറ്റട്ടെ. സോ ദാറ്റ്സ് ഓൾ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണ്, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക ഗൈസ്. താങ്ക് യു.